ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അന്താരാഷ്ട്ര സാഹിത്യ സാംസ്കാരികോത്സവത്തിന് കൊല്ലത്ത് തുടക്കമായി. ജസ്റ്റിസ് കെ ചന്ദ്രു ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എന്ത് സംസാരിക്കണം, എന്ത് ഭക്ഷിക്കണം, ഏത് വേഷം ധരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭദ്രദീപം തെളിയിച്ച ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഏറെ ആദരവോടെ ക്ഷണിച്ചു. കൊല്ലത്തിന്റെ ചരിത്രത്തിൽ ഇടം നേടുന്ന മറ്റൊരു സാഹിത്യ സാംസ്കാരികോത്സവത്തിന് കൊല്ലം പൗരാവലി സാക്ഷ്യം വഹിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, സാംസ്കാരിക വകുപ്പ്, കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ എന്നിവരുമായി സഹകരിച്ചാണ് സംഘാടനം. നമ്മൾ എന്ത് സംസാരിക്കണം, എന്ത് ഭക്ഷിക്കണം, ഏത് വേഷം ധരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണെന്ന് സാഹിത്യ സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്ത് ജസ്റ്റിസ് കെ ചന്ദ്രു പറഞ്ഞു. In terms of culture, what does this constitution talk about? Does it talk about culture? First question. Does it talk about culture as a mere recommendation or a fundamental right? You will be surprised to know that under Article 29 of the Constitution, culture is a fundamental right of every citizen. Not just a group, not just an area, but every faction, every small group have a right to conserve their culture, their language. ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യം ഓരോ പൗരനും നൽകുന്നുണ്ട്. ഒരു സംയുക്ത സംസ്കാരമാണ് നമ്മളുടേതെന്ന് ഭരണഘടനയിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ടെന്നും ജസ്റ്റിസ് കൂട്ടിച്ചേർത്തു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ PV ജഗതിരാജ് അധ്യക്ഷനായിരുന്നു. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവനെ ചടങ്ങിൽ ആദരിച്ചു. മലയാളിയായ ഇംഗ്ലീഷ് എഴുത്തുകാരി അനിത നായർ, ഫ്രഞ്ച് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഷാർലോട്ട് കോട്ടൺ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി അജോയ് ചന്ദ്രൻ, സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും സാഹിത്യോത്സവം ജനറൽ കൺവീനറുമായ അഡ്വക്കേറ്റ് ബിജു K മാത്യു, കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി D സുകേഷൻ എന്നിവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, കൊല്ലം.